+2 രണ്ടാം വർഷം മലയാളം രണ്ടാം യൂണിറ്റിലെ മൂന്നാമത്തെ പാഠം ഡോക്ടർ എം.എൻ. കാരശ്ശേരിയുടെ മാപ്പിളപ്പാട്ടിലെ കേരളീയത. ഡോക്ടർ എം.എൻ. കാരശ്ശേരി 1951 കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരിയിലാണ് അദ്ദേഹം ജനിച്ചത്. കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാളം തലവനായിരുന്നു. പുലിക്കോട്ടിൽ കൃതികൾ നവതാളം, മക്കയിലേക്കുള്ള പാത, മാരാരുടെ കുരുക്ഷേത്രം, ഉമ്മമാർക്കു വേണ്ടി ഒരു സങ്കടഹർജി, ചേകന്നൂരിൻ്റെ രക്തം, ബഷീറിൻ്റെ പൂങ്കാവനം, കുഞ്ഞുണ്ണി, ലോകവും കോലവും, ഇസ്ലാമിക രാഷ്ട്രീയം വിമർശിക്കപ്പെടുന്നു തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. പുലിക്കോട്ടിൽ ഹൈദർ മാപ്പിളപ്പാട്ടു രചയിതാവാണ്. സ്വന്തം കവിതാവാസനയെ സാമൂഹ്യ പരിഷ്കരണത്തിനായി ഉപയോഗിച്ച പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ പാട്ടുകളുടെ സവിശേഷതകൾ വ്യക്തമാക്കുന്ന ലേഖനമാണ് മാപ്പിളപ്പാട്ടിലെ കേരളീയത. അറബി മലയാളം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഷ അറബിയും മലയാളവും ചേർന്നുണ്ടായ സങ്കര ഭാഷയാണ്. ഈ ലിപിയിൽ രചിക്കപ്പെട്ട രചനകളെ അറബി മലയാള സാഹിത്യം എന്ന് പറയുന്നു. അറബി മലയാള സാഹിത്യത്തിൽ ഗദ്യങ്ങളും പദ്യങ്ങളുമുണ്ട്. പദ്യകൃതികളായ മാപ്പിളപ്പാട്ടുകൾക്കാണ് പ്രചാരം കൂടുതലുള്ളത്. ജാതി സമൂഹങ്ങളും മത സമുദായങ്ങളും ഇടകലർന്നു ജീവിക്കുന്നതുകൊണ്ട് മാപ്പിളപ്പാട്ട് കേരളീയ സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഭാഗമായി മാറി. ഏതെങ്കിലും പ്രദേശത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ അതിർവരമ്പുകളൊന്നും രചന, ആലാപനം, ആസ്വാദനം തുടങ്ങിയ മേഖലകളിലൊന്നുമില്ല. മുമ്പ് ക്ഷേത്രകലകളായിരുന്ന കഥകളി, കൂത്ത് തുടങ്ങിയവ സമൂഹത്തിൻ്റെ പൊതുസ്വത്തായി മാറിയത് തന്നെ ഉദാഹരണം. അത് കലകളുടെ ജനാധിപത്യവൽക്കരണത്തിൻ്റെ നേട്ടമാണ്. കേരളത്തിലെ എല്ലാ കലാപാരമ്പര്യങ്ങളും ജാതി മത ചിന്തകൾക്കതീതമായി എല്ലാ കേരളീയരുടേതുമാണ്. മാപ്പിളപ്പാട്ട് രചയിതാക്കൾക്കിടയിൽ ഏറെ പ്രശസ്തനാണ് പുലിക്കോട്ടിൽ ഹൈദർ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം 1879-1975. അദ്ദേഹത്തിൻ്റെ ഈ ജനപ്രീതിക്ക് കാരണം കേരളീയതയ്ക്ക് അദ്ദേഹം നൽകിയ സ്ഥാനമാണ്. ഭാഷയിലും പ്രമേയത്തിലും കാഴ്ചപ്പാടിലുമൊക്കെ അദ്ദേഹം തീർത്തും നാടനായിരുന്നു. കേരള ചരിത്രം ഇതിവൃത്തമാക്കി ഒരു ലഘുകാവ്യം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്കമാലയിൽ കേരളത്തെക്കുറിച്ചും നരിനായാട്ട്, കാളപൂട്ടുപാട്ട് തുടങ്ങിയ രചനകളിൽ സ്വന്തം ചുറ്റുപാടുകളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത് കാണാം. മൊയ്യൻകുട്ടി വൈദ്യരെ പോലെയുള്ളവർ അറേബ്യൻ ചരിത്രവും ഇസ്ലാമികേതിവൃത്തവും കാൽപ്പനിക ലോകവും ചിത്രീകരിച്ചപ്പോൾ ഹൈദർ മതേതരവും പ്രാദേശികവുമായ നാട്ടുകഥകളാണ് പ്രമേയമാക്കിയത്. കാൽപ്പനികർക്കിടയിലെ യഥാതഥവാദിയാണ് അദ്ദേഹമെന്ന് പറയാം. അറബി മലയാള സാഹിത്യത്തിലെ നാട്ടുമൊഴിക്കാരനാണ് അദ്ദേഹം. നാട്ടുമൊഴി എന്ന് പറയുമ്പോൾ ഏറനാടൻ ഭാഷ. മലപ്പുറം ജില്ലയിലെ ഏറനാട്ടു താലൂക്കിൽപ്പെട്ട വണ്ടൂര് ആണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. സ്വന്തം നാട്ടിലെ സംസാര ഭാഷയിൽ നിന്നുള്ള വാക്കുകൾ അതേപടി ഉപയോഗിച്ചിട്ടുണ്ട് തൻ്റെ രചനകളിൽ. മലയിൽ എന്നതിന് മലമ്മൽ എന്നും നരിയെ എന്നതിന് നരീനെ എന്നും ഒക്കെ യാതൊരു സംസ്കരണവും കൂടാതെ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. പുരുഷൻ്റെ ക്രൂരതയ്ക്ക് പാത്രമാവുന്ന സ്ത്രീകളും പുരുഷനെ പുച്ഛിക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെയും അദ്ദേഹം കഥാപാത്രങ്ങളാക്കാറുണ്ട്. 1920 എഴുതിയ സ്ത്രീയുടെ നൊമ്പരം ചിത്രീകരിക്കുന്ന മറിയക്കുട്ടിയുടെ കത്ത് ഹൈദറിൻ്റെ മികച്ച രചനകളിൽ ഒന്നാണ്. സ്ത്രീകളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നത് പോലെ തന്നെ ചാബല്യത്തെ പുച്ഛിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു സ്ത്രീപക്ഷപാതിയായിരുന്നു. തൻ്റെ കവിത്വശക്തി സാമൂഹിക പരിഷ്കരണത്തിനു വേണ്ടിയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. മനുഷ്യൻ്റെ ജീവിത പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനെയും അദ്ദേഹം പുച്ഛിക്കുന്നത് ദുരാചാരമാല, കലിയുഗം, കാതുകുത്തുമാല, സ്ത്രീമർദ്ദിമാല, മാരന്മാരുടെ തകരാറ് തുടങ്ങിയ കൃതികളിൽ നമുക്ക് കാണാം. മാപ്പിളപ്പാട്ടിലെ കത്തുപാട്ടുകൾ എന്ന വിഭാഗത്തിലുള്ള രചനകളും അദ്ദേഹത്തിൻ്റേതായുണ്ട്. ആദ്യകാലത്ത് ഹൈദറിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ വിമർശിക്കപ്പെടുകയുണ്ടായി. പിന്നീട് അദ്ദേഹം മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ അനുയായിയായി മാറി.
20-ാം നൂറ്റാണ്ടിലെ മലബാറിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവും ഗാർഹികവുമായ അനേകം കാര്യങ്ങൾ തൻ്റെ പാട്ടുകളിൽ അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. പ്രകൃതിയും സ്ത്രീയും നേരിട്ട സങ്കടങ്ങളെപ്പറ്റിയുള്ള ആ ഗാഥകൾ അനീതിക്കെതിരായ പോരാട്ടത്തിൽ ഇന്നും ഊർജം പകരാൻ കെൽപ്പുള്ളവയാണ്.